ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ ഒട്ടും ഞാൻ എണ്ണയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാ പേരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അത് ഒട്ടും വെള്ളം നനവില്ലാത്ത ജാർ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. അടുത്ത് മധുരത്തിന് ആവശ്യമായിട്ട് 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ മണമെല്ലാം ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിക്ക് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് ഹൈ സ്പീഡിൽ നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ ഒന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി 1/4 കപ്പ് പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ ഞാൻ 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി എടുക്കാൻ ബാറ്റർ. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഇളകി വരാൻ പറ്റും. അതുകൊണ്ടാണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ബൗളിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പകുതി വീതമാണ് ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. നിറച്ചൊഴിച്ചു കൊടുത്താൽ അത് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പകുതി വീതം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ തയ്യാറാക്കിയ ബാറ്റർ 3 ബൗളിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ബൗൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ ബൗളിലും ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. അതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് ബദാം ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാത്തിലും ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം
ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കൊക്കെ നന്നായിട്ട് ഇനി ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. പലഹാരം നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിടിവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി എടുക്കാം. ഒട്ടും തന്നെ ബൗളിൽ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു പലഹാരമാണിത്. നല്ല ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക്